എത്തുന്ന വാർത്ത വൈദ്യുതി ഉപഭോഗത്തിൽ സർവകാല റെക്കോർഡ്. ഇന്നലത്തെ പീക്ക് സമയ ഡിമാൻഡ് 5066 മെഗാവാട്ട്. തുടർച്ചയായ മൂന്നാം ദിവസവും മൊത്ത വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. വിവരങ്ങൾ ഡി ബിനോയ് നൽകും. ബിനോയ്, ചൂടുകാലമാണ്, വൈദ്യുതി ഉപഭോഗം കൂടുതലാണ്. ഇപ്പോൾ കണക്കുകൾ എന്തൊക്കെ വ്യക്തമാക്കുന്നു? സംസ്ഥാനത്ത് 10 ജില്ലകളിലാണ് കഴിഞ്ഞ ദിവസം ഉഷ്ണം അല്ലെങ്കിൽ അതിവായ ചൂട് അനുഭവപ്പെടുന്നതെന്ന് രേഖപ്പെടുത്തി. ഈ ചൂടിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ വൈദ്യുതി ഉപഭോഗത്തിന്റെ കാര്യത്തിലും റെക്കോർഡ് വർധന എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ ദിവസം അതായത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സമയം സന്ധ്യ സമയത്ത് 5066 മെഗാവാട്ട് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. അതായത് ഈ മാസം 11-ാം തീയതി ഉപയോഗിച്ചിരുന്നത് 5024 ആയിരുന്നു. അതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ്. ആ റെക്കോർഡും കഴിഞ്ഞ് മുന്നോട്ട് പോയിരിക്കുന്നു 5066 മെഗാവാട്ട്. തുടർച്ചയായ മൂന്നാം ദിവസമാണ് വൈദ്യുതി ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റ് കടക്കുന്നത്. ഇന്നലെ 101.84 യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്തരീക്ഷത്തിലെ ചൂട് വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എയർ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതും അമിതമായ വൈദ്യുതി ഉപയോഗവും തന്നെയാണ് ഇത്തരം വൈദ്യുതി ഉപയോഗം വർദ്ധിക്കാൻ കാരണമെന്നാണ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്ക് തരുന്ന വിവരം. അതേസമയം മറ്റൊരു കാര്യമുള്ളത്, ഈ കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് ലഭ്യമാകേണ്ട മഴ കാര്യമായി ലഭിച്ചിട്ടില്ല. ആയതിനാൽ ജലസംഭരണികളിലെ ജലനിരപ്പിനും കാര്യമായ പുരോഗതി ഇല്ല. ഇനി എത്ര ദിവസത്തേക്കുള്ള വൈദ്യുതി ഉത്പാദനത്തിന് ആവശ്യമായ വെള്ളം നമ്മുടെ ജലസംഭരണിയിൽ ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചുള്ള കണക്കുകൾ ഇതുവരെയും വൈദ്യുതി ബോർഡും പുറത്തുവിട്ടില്ല. ഇന്നോ നാളെയോ അത്തരത്തിലത് പുറത്തുവിടും. അതേസമയം ഇത്തരത്തിൽ വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് മുഖ്യമന്ത്രി അടിയന്തരമായി ഒരു ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചു ചേർത്തത്. വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഒപ്പം ജലവിഭവ വകുപ്പ് മന്ത്രിയുടെയും. ഇതിൽ പ്രധാനമായി വൈദ്യുതി ബോർഡ് ഉന്നയിച്ച കാര്യവും ഇത് തന്നെയാണ്. വരും ദിവസങ്ങളിലും വൈദ്യുതി ഉപഭോഗം ഈ 100 ദശലക്ഷം യൂണിറ്റിന് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ലോഡ് ഷെഡിംഗ് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. അല്ലാത്ത പക്ഷം വൈദ്യുതി ചാർജ് അല്ലെങ്കിൽ സർചാർജ് വർദ്ധിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. നിലവിൽ നമുക്കിപ്പോൾ പവർ എക്സ്ചേഞ്ചിൽ നിന്നാണ് അമിതമായ വൈദ്യുതി ഉപഭോഗം കാരണം വൈദ്യുതി വാങ്ങേണ്ട ഒരു അവസ്ഥയുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ വിലയ്ക്കാണ് വൈദ്യുതി വാങ്ങുന്നത്. ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങിയാൽ KEB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും എന്നും ബോർഡ് അധികൃതർ മുഖ്യമന്ത്രിയെ നേരിട്ട് അറിയിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യോഗവും തിരുവനന്തപുരത്ത് പുരോഗമിച്ചു വരുന്നത്. ശരി ബിനോയ്.